എല്ലാവരുടെ മുമ്പിലും ചിരിച്ചു കളിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു മനസ്സമാധാനമില്ല ശശിയേട്ടാ. അമ്മാവനോട് ഞാൻ കാണിച്ചത് വലിയ ചതി തന്നെയാ. എന്റെ മനസ്സ് വല്ലാത്ത അവസ്ഥയിലാ. സംഭവിച്ചു പോയില്ലേ ഗിരി, എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടാവും. ശശിയേട്ടാ, അങ്ങനെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാൻ പറ്റില്ല. ഞാൻ തകർത്തതേ അമ്മാവന് എന്നോടുള്ള സ്നേഹവും വിശ്വാസമാണ്. നഷ്ടപ്പെട്ട ആ സ്നേഹവും വിശ്വാസവും ഇനി എനിക്ക് തിരിച്ചെടുക്കാനാവില്ല. ഈ ജന്മത്തിൽ ഇനി എനിക്കെതിരെ സാധിക്കും? ഇല്ല, ഒരിക്കലുമില്ല. മുൻവിധി ഒന്നും വേണ്ട ഗിരി. പപ്പേട്ടൻ പക്വതയും അനുഭവസമ്പത്തുള്ള ആളല്ലേ. ഈ നാട്ടിൽ ഇതുപോലുള്ള എത്ര സംഭവങ്ങൾക്കാ പപ്പേട്ടൻ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ദേഷ്യവും വാശിയൊക്കെ മാറുമ്പോ പപ്പേട്ടൻ നിന്റെ മനസ്സിന്റെ വിഷമം മനസ്സിലാക്കി നിന്നോട് ക്ഷമിക്കുമെന്ന എന്റെ വിശ്വാസം. എന്റെ പ്രാർത്ഥന അതാ. പക്ഷെ അത് സംഭവിക്കോ? ഞാൻ കാണിച്ചത് ഏറ്റവും വലിയ നെറുകേടല്ലേ. അമ്മാനെ പോലൊരു നല്ല മനുഷ്യനോട് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു നെറുകേട് കാണിക്കാൻ പാടില്ല. ഈശ്വര, ഈ ഗിരിയേട്ടൻ അച്ഛനെ കുറിച്ച് എന്തൊക്കെയായി വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്? അച്ഛന്റെ തനിനിറം ഇനി എന്നാ ഗിരിയേട്ടൻ തിരിച്ചറിയാൻ പോകുന്നത്? ഒരു മനുഷ്യനും ഒരിക്കലും ഇത്രയും പാവാവരുത്. നിന്നോട് എന്താ ഞാൻ പറയാ? വിഷമിക്കാതിരിക്കുക. എല്ലാം കലങ്ങി തെളിയുന്ന പ്രതീക്ഷിക്കുക. അങ്ങനെ വെറുതെ പ്രതീക്ഷിക്കാൻ പറ്റില്ല ശശിയേട്ടാ. അമ്മാവൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണം, എന്നാലേ എന്റെ ഈ വിഷമം മാറൂ. അതിന് ഇപ്പൊ എന്താ ചെയ്യാ? ശശിയേട്ടന് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്ത് സഹായം? എന്താണെങ്കിലും നീ പറയേ. എനിക്ക് വേണ്ടി ശശിയേട്ടൻ അമ്മാവനെ ഒന്ന് പോയി കാണാൻ പറ്റുമോ? പപ്പേട്ടൻ ഞാൻ കണ്ടിട്ട് എന്റെ മനസ്സിലെ പ്രയാസം ശശിയേട്ടൻ അമ്മാവനെ എങ്ങനെയെങ്കിലും അറിയിക്കണം. എനിക്കൊരിക്കലും ഇപ്പോ നേരിട്ട് പോയി അമ്മാവനെ കാണാൻ അതിനുള്ള ധൈര്യമില്ല.